ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താണ്, എല്ലാവർക്കും നോമ്പൊക്കെ ആയിട്ട് കഴിയാനായില്ലേ നോമ്പ്? പിന്നെ പെരുന്നാളും അടുത്തിന് ഇപ്പം 4 ദിവസം കൂടി കഴിഞ്ഞാൽ പെരുന്നാളായില്ലേ. എല്ലാവരും എങ്ങനെയാണ്, ഡ്രസ്സൊക്കെ എടുത്തോ പെരുന്നാളിലേക്കുള്ള? എല്ലാവരും കമൻ്റൊക്കെ ഇടിട്ടോ. പിന്നെ നല്ല മഴയൊക്കെ വന്നിരുന്നു, നല്ല മഴ, ഇടി മിന്നും എല്ലാം കൂടി ഇങ്ങോട്ട് വന്നായിരുന്നു. പക്ഷേങ്കിലും ഒരു കാറ്റ് എവിടുന്നാ വന്നതെന്നറിയില്ല. കാറ്റ് തന്നെ പേരും കാറ്റ്. ഞാൻ വിചാരിച്ചൊക്കെ പറന്ന് ഒക്കെ പോയി എന്ന് വിചാരിച്ചു. അജാതി കാറ്റും. അപ്പോൾ കാറ്റും കൊണ്ട് വന്നെങ്ങാനും മഴേനെയും കൊണ്ടങ്ങ് പോയി. പിന്നെ പെയ്തില്ല. കുറച്ച് ഇടി മിന്നൊക്കെ അതിനും അതൊക്കെ അങ്ങ് പോയി. ഞാൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ അതെല്ലാവരും എൻ്റെ ഒപ്പത്തിനൊപ്പം വരികയാണ്, കണ്ടോ. എല്ലാവരും ഇങ്ങോട്ട് വരിക, ഒന്നുമില്ല. ഓ, എവിടേക്കോ ഉള്ളവരെത്തിക്കണ്ടോ. അപ്പോൾ ഞാൻ ഒന്നുമില്ല, അങ്ങനെ ഇരുന്നപ്പോൾ ടാറ്റാ, ഓക്കെ ബായ്. അപ്പോൾ നമ്മളെ ചെറിയ കോഴിക്കുട്ടികളൊക്കെ അതാ ഒരുവിധം സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഞാൻ കൂടൊന്നും സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ പഴയ ഒരു കൂട് വീട്ടിലുണ്ടായിരുന്നു, എൻ്റെ തറവാട്ടിലിട്ടോ. അപ്പോൾ ഇതിന് മണ്ടയൊന്നുമില്ല, ഒക്കെ പോയതാണ് മഴയത്ത്. അവിടെ ഇവിടെയൊക്കെ കിടന്നെങ്ങാൻ ഞാനിത് കമത്തി വെച്ചത്. അതുകൊണ്ട് മേലെ ഭാഗമാണത്. അപ്പോൾ മേലെ ഭാഗം ഇതിൻ്റെ മടിയിലേക്ക് കമത്തി വെച്ചത്. കാരണം ഇതിൻ്റെ അടിയത്തെ കൂട്ടിലിട്ടിട്ടേ ഇവർ ചത്തുപോകുക. കാരണം ഫുള്ള് ചൂട് അധികമായതുകൊണ്ടേ അപ്പോൾ കോഴിക്കുട്ടികൾ ചത്തു പോവുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, മേലെ കാറ്റും വെളിച്ചമൊക്കെ കിട്ടട്ടെ വിചാരിച്ച് മേലെ ഇട്ടാക്കി കേട്ടോ. അപ്പോൾ കൂടൊന്നും സെറ്റാക്കിയില്ല. കാണുന്നുണ്ടോ? എന്താ ഇപ്പോൾ അവരൊക്കെ ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. എന്താണ് ഇവരൊക്കെ കയറി വരുന്നോക്ക്? ഇവിടെ പാടി എൻ്റെ പുള്ളിക്കോയലുടെ അല്ലോ മറന്നുപോയി, പുള്ളിക്കോയി മറന്നുപോയി. അപ്പോൾ അങ്ങനെയാണ് അവരൊക്കെ അരുമൂലയിൽ പോയി നിൽക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ സെയിലുണ്ട് കേട്ടോ. നമ്മളെ നാടൻ കോഴിന് ആവശ്യമുള്ളവർ, അതായത് അടുത്തുള്ള ആൾക്കാർക്കൊക്കെ എത്തിച്ചു കൊടുക്കും, ദൂരേക്കൊന്നുമില്ല. ആവശ്യമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു മാസമായിട്ടേ കൊടുക്കുള്ളൂ കേട്ടോ. അതിൽ ചെറുതായിട്ടൊന്നും കൊടുക്കില്ല, ഒരു മാസം പ്രായമായിട്ടേ കൊടുക്കുള്ളൂ. പിന്നെ ചെറുതൊക്കെ ആയിട്ട് കൊടുത്താൽ നമുക്കൊന്നും ഇപ്പോഴത്തെ തീറ്റൻ്റെ അത് വെച്ച് നോക്കുമ്പോൾ ഒന്നും ലാഭം ഉണ്ടാവില്ല. അപ്പോൾ ഇത്തിരി മാസമൊക്കെ ആയാൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു തീറ്റ ചിലവും കഴിഞ്ഞ് കിട്ടണ്ടേ. എൻ്റെ പുറകെ നടക്കുന്നുണ്ടോ, ഞാൻ വരുന്ന കൂട്ടത്തിൽ നടക്കുക. അപ്പൊക്കോ ഒന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് തരാം. ഒക്കെ തന്നതാണ്. ഇനിയിപ്പോൾ കൂട്ടിൽ പോകാൻ നേരത്തെ കൊടുക്കുള്ളൂ, ഇപ്പോൾ കൊടുത്താൽ ശരിയാവില്ല. ആ, താറാവുകളൊക്കെ വലുതായിട്ടോ, കണ്ടോ. നമ്മൾ താറാവൊക്കെ വലുതായി, ചെറിയ കുട്ടികളല്ലേ അതിനവരൊക്കെ വലിയതായി. ഇനിയിപ്പോൾ ഒന്ന് മുട്ടയിട്ട് കണ്ടാലേ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ ഇതൊന്നുമില്ല, കോഴിമുട്ടൻ്റെ പകരം കുറച്ച് ദിവസം താറാമുട്ട വയ്ക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നാടൻ കോഴിന് ആവശ്യമുള്ള ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ നാടൻ മുട്ട ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ കമൻറ്റ് ഇടുന്നുണ്ട്. നാടൻ മുട്ട ഉണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ ഒത്തിരി ഒന്നും കൊടുക്കാനില്ല. അത് നമുക്ക് അടുത്ത് നമ്മളെ അയൽവാസികൾക്ക് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. പുറത്തേക്ക് അങ്ങനെ സെയിൽ ചെയ്യാനായില്ല. ഇനിയിപ്പം നമ്മൾ കുറച്ച് കോഴീനെ വലുതാക്കുന്നുണ്ട്, അതായത് മുട്ടയ്ക്കും നമുക്കും അട വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ശേഷം പുറത്തേക്ക് മുട്ട സെയിൽ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, ഓണം സപ്പോർട്ട് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഓട്ടോക്ക് നിങ്ങൾ കാണുന്നുണ്ട് എൻ്റെ താറാവുകൾ ഉള്ള നാരങ്ങ ഉണ്ടാകുന്നൊക്കെ ഒരു പറിച്ചു തിന്നാള്. മക്കളെ 2 മഴ കൊണ്ട് പെയ്തപ്പോൾക്ക് ഒരു കൊതുക് കൊണ്ട് വിരലൊടിങ്ങി എന്തൊരു ചൊറിച്ചിലാണോ കൊതുക് കടിച്ചിട്ട്. എൻ്റെ കൈൻ്റെ ഇവിടെയൊക്കെ കൊതുക് കടിച്ചിട്ട് ഒരു ഉണൽ വരുന്നത്, ഭയങ്കര ചൊറിച്ചിൽ. അത് ഫുള്ള് കറച്ച് തിന്നേണ്ടടാ. എൻ്റെ അമ്മ മണ്ടേ കയറിയിട്ട് വരെ കുരു തിന്നാളെ ഇവരെ കൊണ്ട് ഞാൻ അങ്ങ് പോടാൻ. ഉള്ള നാരങ്ങൻ്റെ കുരു മുഴുവനും തിന്ന് തീർക്കാം. പോയിരുന്നു. പക്ഷെ കായ് ഉണ്ടായതിനൊക്കെ തീർന്നതുണ്ടോ. കുഞ്ഞാന്ന് പറഞ്ഞാൽ കായ് ഉണ്ടാകുന്നുണ്ടത്. ഇതൊക്കെ ഒരു പറിച്ച് തിന്നാളെ കണ്ടതാ. ഇങ്ങനെയുള്ള ചെറുനാരങ്ങനെ ഇതൊക്കെ ഉണ്ടോ, അതൊക്കെ
ഉണ്ടായതാ. പക്ഷെ എന്തൊരു ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായത്. ഫുള്ള് ഇവർ പറിച്ചെന്നാള് അതുണ്ടോ. ആകെ ഇപ്പോൾ 4 കാടിയാണ് പറിക്കാനായത്. കണ്ടോ, അധികം പിടിച്ചാൽ വെള്ളത്തിൻ്റെ അകത്തേക്ക് പോണ വീണു ഒക്കെ പേര് പറിച്ചെന്നാ. ഞാനും വിചാരിച്ചത് എവിടെ പോവാണ്. ഞാൻ എൻ്റെ ചെറുതിനെ കുറ്റം പറഞ്ഞു. ഓൾക്ക് ഉണ്ടാകും ഉള്ളി പറിക്കൽ. അപ്പം ഞാൻ വിചാരിച്ചത് അതൊക്കെ കണ്ടമാനം ഓള് പറിച്ച് കളഞ്ഞാന്ന്. ഇപ്പോഴല്ലേ കള്ളന്മാരെ പിടിച്ചത്. ഇവരിത് ഫുള്ള് കൊത്തി പറിച്ച് തിന്നുക. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.